വൈകിട്ടത്തെ പരിപാടി ഫേസ് പാക്ക് ഉണ്ടാക്കുക. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന ലാസ്റ്റ് ദിവസമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ വെറുതെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സീക്രട്ടാണ്, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോകാനായിട്ട് നിൽക്കുന്നതിൻ്റെ തലേക്കും ദിവസമാണ് ഈ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് നിൽക്കുവാണ്. പിന്നെ ഫുഡ് കഴിക്കണം. നമ്മുടെ മെയിൻ താരം കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ട്, മോരുകറി ഉണ്ടായിരുന്നു, ബീട്രൂട്ട് തോരൻ, കാവുപ്പേരി, മീൻകറി, അച്ചാർ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഇനിയിപ്പം കുറേ നാളൊക്കെ ഇനിയിപ്പോൾ ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് പോകുന്നതിൻ്റെ. പക്ഷെ നമുക്കത് എന്താ പറയുക, പ്രകടിപ്പിച്ചിരിക്കാന്ന് പറയാണല്ലോ. അങ്ങനെ സമയം വെളുപ്പിന് 3 മണി. പോകണോ വേണ്ടേ എന്നുള്ള ചിന്തയിൽ ഇതുവരെ ഞാൻ മാറിയിട്ടില്ല. 99% ഞാൻ പോകില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് നിൽക്കുവാണ്. പക്ഷെ ആ 1% ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചേട്ടനെ കൊണ്ടാക്കിയത്. ഞങ്ങൾ ഏകദേശം ട്രെയിൻ എത്താറാവുമ്പോൾ തന്നെ എത്തിയത്. അപ്പോൾ ട്രെയിൻ വന്നു. നല്ല തണുപ്പുണ്ട്. ഞാൻ ക്യാപ്പും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തണുത്ത് എനിക്ക് വറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു ചേട്ടൻ വിൻഡോ ഒക്കെ തുറന്ന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന അങ്ങനെ സാധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തപ്പോൾ ഇത് ഉത്രാളിക്കാവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് അവിടെ പൂരം നടക്കാൻ പോയല്ലേ. പിന്നെ പകൽ ഭയങ്കര വെയില്. അത് പിന്നെ അങ്ങനെയാണല്ലോ, കാറ്റിനകത്തിരുന്ന് അങ്ങനെ നമ്മൾ മാംഗ്ലൂർ എത്തി. എൻ്റെ മോൻ കണ്ടാലും എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ല എന്ന്. അങ്ങനെ ഓട്ടോ പിടിച്ച് പോവുകയാണ് ഗെയ്സ്. അത്രയേ ഉള്ളൂ.